Hello guys, welcome to Strut and Tie. Design of Steel Structures Module 1. അതിൽ Welded Connections introduction ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് Welded Connections Codal Provisions for Design, Design Strength and Steps for Analysis and Design. ഇത്രയാണ് എന്ന് പറയുന്നത്. ഇതോടുകൂടി നമ്മുടെ Module 1 തീരുകയാണ്. Codal Provisions for Design എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കുറേ സ്പെസിഫിക്കേഷൻ നോക്കി അതിനകത്തുനിന്ന് ഇമ്പോർട്ടൻ്റ് ഡിസൈനിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രൊവിഷൻസ് ആണ് പറയുന്നത്. ഡിസൈൻ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. ഇനി വെൽഡ് രണ്ട് ടൈപ്പ് ഉണ്ട്, ബട്ടും ഫില്ലറ്റും അല്ലേ. ഇപ്പം ബട്ട് വെൽഡ് എന്ന് പറയുമ്പോഴത്തേക്കും ബട്ട് വെൽഡിൽ നമ്മൾ ചെയ്യുന്നത് രണ്ട് മെയിൻ പ്ലേറ്റ് എടുത്ത് അതിൻ്റെ ലീനിയറായിട്ട് വെച്ചിട്ട് അത് കൂടെ രണ്ട് ജോയിൻറ്റിൻ്റെ അവിടെ വെൽഡ് ചെയ്യാണ് ചെയ്യുന്നത്. ചെയ്യുമ്പം ഈ രണ്ട് മെയിൻ പ്ലേറ്റിനെയാണ് നമ്മൾ പാരന്റ് മെറ്റൽ, മെയിൻ പ്ലേറ്റിന്റെ മെറ്റലിനെയാണ് പാരന്റ് മെറ്റൽ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് വെൽഡ് ചെയ്യുന്നതും ഈ പാരന്റ് മെറ്റൽ വെച്ച് തന്നെയാണ് എന്ന് കൺസിഡർ ചെയ്ത് ഇതേ പാരന്റ് മെറ്റലിന്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഒക്കെ തന്നെയാണ് നമ്മുടെ വെൽഡിന്റെ, അതാണ് അതിന് പെർമിസിബിൾ സ്ട്രെങ്ത് എന്ന് അസ്യൂം ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. പോരാത്തതിന് നമ്മൾ ത്രോട്ട് തിക്നെസ് ഇസ് ഈക്വൽ ടു, അതായത് വെൽഡിന്റെ ത്രോട്ട് തിക്നെസ് ഇസ് ഈക്വൽ ടു തിക്നെസ് ഓഫ് ദ പ്ലേറ്റ്, തിക്നെസ് ഓഫ് ദ തിന്നസ്റ്റ് മെമ്പർ അമംഗ് ദ പ്ലേറ്റ്സ്. ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് ബട്ട് വെൽഡ് കേസിൽ. ഇപ്പോൾ രണ്ട് കാര്യമാണ് കോഡൽ പ്രൊവിഷനിൽ. ഒന്ന് പാരന്റ് മെറ്റലിന്റെ അതേ മെറ്റൽ തന്നെയാണ് വെൽഡിന് യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. എന്നിട്ട് ഇതേ മെറ്റലിന്റെ പാരന്റ് മെറ്റലിന്റെ എന്തൊക്കെയായിരുന്നു പെർമിസിബിൾ വാല്യൂസ് ഓഫ് സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെങ്ത്, അത് തന്നെയാണ് വെൽഡിനും നമ്മൾ എടുക്കുന്നത്. അതുപോലെ ത്രോട്ട് തിക്നെസ് ഓഫ് ദ വെൽഡ് എന്ന് പറയുന്നത് thickness of the thinner plate of the thinner plates of the main plates. ഓക്കെ, രണ്ടിലും ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ള പ്ലേറ്റ് ഏതാണോ അതിൻ്റെ തിക്നെസ് ആണ് ത്രോട്ട് തിക്നെസ് ഓഫ് ദ വെൽഡ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കേസ് തന്നെയാണ്. കൂടുതലൊന്നും നമുക്ക് ബട്ട് വെൽഡിനകത്ത് ചെയ്യാനോ പറയാനോ ഇല്ല. ഫില്ലറ്റ് വെൽഡ് വരുമ്പോഴത്തേക്കും കുറച്ച് കൂടുതൽ കാര്യങ്ങളുണ്ട്. ഫില്ലറ്റ് വെൽഡിൽ നമുക്ക് ഇപ്പം രണ്ട് കേസ് ആയിട്ടാണ് നമുക്ക് വെൽഡിങ് വരുന്നത്. ഒന്ന്, ഇങ്ങനെ ഒരു സ്ക്വയർ സർഫസസ്, കറക്റ്റ് റൈറ്റ് ആംഗിൾ വരുന്ന സ്ക്വയർ എഡ്ജുള്ള സർഫസിലാണ് നമ്മൾ വെൽഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സൈസ് ഓഫ് ദ വെൽഡ്, സൈസ് ഞാൻ പറഞ്ഞിരുന്നു, ഈ ഒരു ലെഗിന്റെ ലെങ്തിനെയാണ് നമ്മൾ സൈസ് എസ് എന്ന് പറയുന്നത്. അപ്പം ഈ ലെഗിന്റെ ലെങ്ത് നമ്മൾ എസ് ഇസ് ഈക്വൽ ടു എപ്പോഴും ഈ എഡ്ജ് തിക്നെസ് മൈനസ് ഒരു 1.5 mm, 1.5 mm കുറച്ചിട്ടായിരിക്കും നമ്മൾ ആ സൈസ് കൊടുക്കുന്നത്. അത്രയും മാത്രമേ വെൽഡ് ചെയ്തുള്ളൂ, ഫുള്ളി കവേർഡ് ആയിട്ട് കൊടുക്കത്തില്ല. അതുകൊണ്ടാണ് എസ് ഇസ് ഈക്വൽ ടു എഡ്ജ് തിക്നെസ് മൈനസ് 1.5 mm എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സ്ക്വയർ എഡ്ജ് വരുമ്പോൾ. എന്നാൽ അല്ലാതെ നമ്മളൊരു സാധാരണ സ്ട്രക്ചറൽ ആംഗിൾ സെക്ഷൻസ് വരുമ്പോഴത്തേക്കും എൻഡ് ടോ എന്ന് പറയുന്നത് റൗണ്ടഡ് ആയിരിക്കും. റൗണ്ടഡ് സ്റ്റീൽ, റോൾ സ്റ്റീൽ വരുമ്പോഴത്തേക്ക്, റോൾ സ്റ്റീൽ സെക്ഷൻസിൽ ഇപ്പോൾ റൗണ്ടഡ് എഡ്ജ് വരുന്ന കേസിൽ ടോ തിക്നെസിന്റെ 3/4 3/4 അല്ലെങ്കിൽ അതിലും ചെറുതോ ആയിരിക്കും എന്ത് സൈസ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ 3/4 ടോ തിക്നെസ് നമുക്ക് സ്റ്റീൽ ടേബിളിൽ നിന്ന് കിട്ടും. ടോ തിക്നെസ് എടുത്തിട്ട് അതിന് ലെസർ വാല്യൂ അല്ലെങ്കിൽ അത് തന്നെയോ ആയിട്ട് നമുക്ക് എന്ത് ചൂസ് ചെയ്യാം, സൈസ് ചൂസ് ചെയ്യാം. ഇത് രണ്ടുമാണ് സൈസിന്റെ കേസിൽ ഫില്ലറ്റ് വെൽഡ് നമ്മൾ ചെയ്യുന്നത്. ഇനി വേറൊരു ക്രൈറ്റീരിയ എന്താന്ന് പറഞ്ഞാൽ ഡൈനമിക് ലോഡ്സ് വരുന്ന മെമ്പേഴ്സ് ആണ് ഈ സ്ട്രക്ചേഴ്സ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ഡൈനാമിക് ലോഡ്സ് വരുന്ന മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം തിക്നെസ്സും കൊടുക്കാം അല്ലെങ്കിൽ മാക്സിമം സൈസും കൊടുക്കാം, വിച്ച് ഇസ് തിക്നെസ് ഓഫ് ദ തിന്നർ പ്ലേറ്റ്. ഓക്കെ, നമ്മൾ നേരത്തെ തിക്നെസ്സിന്റെ 1.5 കുറച്ചിട്ടായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഡൈനാമിക് ലോഡ്സ് വരികയാണെന്നുണ്ടെങ്കിൽ എസ് ഇസ് ഈക്വൽ ടു ടി ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഇതാണ് പറയുന്നത്. ഇനി 3 കേസ് ഉള്ളത് ഡിസയറബിൾ, ഇങ്ങനെയാണ് നമ്മൾ ഡിസൈർഡ് ആയിട്ടുള്ള രീതിയിൽ കൊടുക്കുന്നത്, ഇങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. അക്സെപ്റ്റബിൾ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് എക്സ്ട്രാ വരുന്നതാണ്. ഒരു രീതിയിലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഈ രീതിയിൽ നമ്മൾ കണക്ട് ചെയ്യുന്നതാണ്. കാരണം ഇത് പെട്ടെന്ന് ബ്രിട്ടിലായി ഫ്രാക്ചർ ചെയ്ത് പോകും ഇങ്ങനത്തെ വെൽഡിങ്. ഓക്കെ, ത്രോട്ട് തിക്നെസ് കുറയും തോറും ബ്രിട്ടിൽ ഫ്രാക്ചറിങ് കൂടും, പെട്ടെന്ന് അത് ഫ്രാക്ചർ ചെയ്ത് പോകും. ഇനി എൻഡ് ഫില്ലറ്റിംഗ് വരുമ്പോഴത്തേക്കും നമ്മൾ ത്രോട്ട് തിക്നെസ്സിന്റെ ഒരു കേസ് പറയുകയാണ്. നമുക്ക് ഇഫക്റ്റീവ് അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള
ഇക്കണോമിക് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഫില്ലറ്റ് വെൽഡ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം പറയുകയാണ്. നമ്മൾ നോർമൽ നമ്മൾ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഇതിപ്പോൾ ഒരു പ്ലാൻ ആണ്. ഇതും ഒരു പ്ലേറ്റ്, അതിൻ്റെ ബോട്ടത്തിലുള്ള മറ്റൊരു പ്ലേറ്റ് ആണ് ഈ കാണിക്കുന്നത്. ഈ ഹാച്ച് ആയിട്ട് കാണിക്കുന്നത് മൊത്തം വെൽഡിംഗ് ആണ്. ഫില്ലറ്റ് വെൽ നോർമൽ ടു ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് മേ ബി ഓഫ് അൺഈക്വൽ സൈസ് വിത്ത് ത്രോട്ട് തിക്നെസ് ഗ്രേറ്റർ ദാൻ 0.5 t. ഓക്കെ, സൈസ് എന്ന് പറയുന്നത് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ത്രോട്ട് തിക്നെസ് 0.5 t ഗ്രേറ്റർ ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ ത്രോട്ട് തിക്നെസ് 0.5 t ആണെന്നുണ്ടെങ്കിൽ എനിക്ക് സൈസ് കണ്ടല്ലേ, ഇവിടെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ മെയിൻ ജോയിന്റ് വരുന്നിടത്ത് മാത്രം ഫുൾ സൈസും കൊടുത്തിട്ട് ബാക്കിയുള്ളത് അഡ്ജസ്റ്റ്. ഓക്കെ, പേജ് നമ്പർ 79-ലും 80-ലും ആയിട്ട് പ്രൊവിഷൻസ് ഒക്കെ ഉണ്ട്. ഇനി അടുത്തത് ഇത്രയും പറഞ്ഞ നമ്മുടെ കോഡൽ പ്രൊവിഷൻസിന് ഞാനൊന്ന് ടാബ്ലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ടാബുലാർ കോളത്തിൽ ബട്ട് വെൽഡിനെയും ഫില്ലറ്റ് വെൽഡിനെയും സെപ്പറേറ്റ് ചെയ്ത് ഓരോ സ്പെസിഫിക്കേഷനെയും ഞാൻ ഡിവൈഡ് ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. സൈസ് പറയുമ്പോഴത്തേക്കും ബട്ട് വെൽഡ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് സൈസ് സ്പെസിഫൈഡ് ബൈ ഇഫക്റ്റീവ് ത്രോട്ട് തിക്നെസ്. ത്രോട്ട് തിക്നെസ് തന്നെയാണ് അവിടെ നമ്മൾ സൈസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഫില്ലറ്റ് വെൽഡ് വരുമ്പോഴത്തേക്കും അവിടുത്തെ സൈസ് ഒന്നെങ്കിൽ T-1.5, the thickness of the thinner plate minus 1.5. Maximum for rounded toe ആണെന്നുണ്ടെങ്കിൽ S is equal to 3/4t. മാക്സിമം വാല്യൂ ആണ്. ഇത് രണ്ടും മാക്സിമം വാല്യൂ. മിനിമം വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞു, സ്പെസിഫിക്കേഷനിൽ പറഞ്ഞു. ടേബിൾ 21-ൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് മിനിമം വാല്യൂ. ഓക്കെ, ഇനി ഇഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് TE. TT എന്ന് പറഞ്ഞാൽ വെറുതെ ത്രോട്ട് തിക്നെസ് ആയിരുന്നു, തിയററ്റിക്കൽ ആയിരുന്നു. TE വരുമ്പം ഇഫക്റ്റീവ് ത്രോട്ട് തിക്നെസ്. അത് ബട്ട് വെൽഡ് ഡബിളും സിംഗിളും വരുമ്പോഴത്തേക്കും രണ്ട് രീതിയിൽ. ഡബിൾ ആണെന്നുണ്ടെങ്കിൽ T ഈസ് ഈക്വൽ ടു T തന്നെ, തിക്നെസ് ഓഫ് ദ തിന്നർ പ്ലേറ്റ്. സിംഗിൾ വെൽഡ് ആണെന്നുണ്ടെങ്കിൽ T ഈസ് ഈക്വൽ ടു 5/8 ഇൻറ്റു T. ഫില്ലറ്റ് വെൽഡ് വരുമ്പോൾ മിനിമം 3 mm ആണ്, മാക്സിമം 0.7 t. വളരെ റെയർ കേസിൽ T ആയിട്ട് കൊടുക്കും. ഓക്കെ, ഫോർ സ്ട്രെസ് കാൽക്കുലേഷന് നമ്മൾ യൂസ് ചെയ്യുന്നത് അന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. ഡിസൈൻ പർപ്പസ്, സ്ട്രെസ് കാൽക്കുലേഷൻ, അനാലിസിസ്, ഈ പർപ്പസിനൊക്കെ നമ്മൾ TE കണ്ടുപിടിക്കുന്നത് K into S ആയിട്ടാണ്. വേർ വാല്യൂസ് ഓഫ് K ഇസ് ഇൻ ടേബിൾ 22 IS 800. ഇനി ലാസ്റ്റ് ആയിട്ടുള്ള ലെങ്ത് LW ആണ്. മിനിമം LW എന്ന് പറയുന്നത് 4S ആണ്. അത് തന്നെയാണ് ഫില്ലറ്റ് വെൽഡിന്. ഓക്കെ, ഇത്രയാണ് മെയിനായിട്ട് വേണ്ട കോഡൽ പ്രൊവിഷൻസ്. ഇത് വെച്ച് നമ്മൾ അനാലിസിസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഡിസൈൻ സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്നതാണല്ലോ നമ്മുടെ അനാലിസിസ് പോർഷൻ. അപ്പോൾ ഫില്ലറ്റ് വെൽഡിൻ്റെ ഡിസൈൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് FWD. ഫില്ലറ്റ് വെൽഡ് സ്ട്രെങ്ത് ഓഫ് വെൽഡ് ഡിസൈൻ FWD ഈസ് ഈക്വൽ ടു നോമിനൽ സ്ട്രെങ്ത് ആണ് FWN ഡിവൈഡ് ബൈ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഗാമ MW ഓഫ് ദ വെൽഡ് മെറ്റൽ. ഓക്കെ, അപ്പം ഇവിടെ വരുമ്പോഴത്തേക്കും FWN എന്താന്ന് നോക്കാം. FWN is equal to FU by √3, where FU എന്ന് പറഞ്ഞാൽ സ്മോളർ ഓഫ് അൾട്ടിമേറ്റ് സ്ട്രെസ് ഓഫ് വെൽഡ് ആൻഡ് പാരന്റ് മെറ്റൽ. അപ്പം വെൽഡും ഉണ്ട് പാരന്റ് മെറ്റലും ഉണ്ട്. ഈ രണ്ടിൻ്റെയും FU എടുത്തിട്ട് അതിൽ സ്മോളർ ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്ന FU. ഓർത്തോണം. ഓക്കെ, കാരണം നമ്മൾ ബോൾട്ടിൽ FU എന്ന് പറഞ്ഞാൽ മെറ്റൽ പ്ലേറ്റിൻ്റെ മാത്രമായിരുന്നു. ഇവിടെ വരുമ്പോഴത്തേക്കും രണ്ട് മെറ്റലാണ്. ഈ രണ്ട് മെറ്റലും കാരണം ഒരു ബോണ്ട് എന്താ പറയുക, ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. ഈ വെൽഡ് മെറ്റലും പാരന്റ് മെറ്റലിനെ പോലെ ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഏതാണോ ചെറുത് രണ്ടിൻ്റെയും FU എടുത്തിട്ട് ഏതാണോ ചെറുത് അതാണ് FU ആയിട്ട് കൊടുക്കുന്നത്. ഗാമ MW എന്ന് പറയുമ്പോൾ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ രണ്ട് വാല്യൂസ് ആണ്. ഇപ്പോൾ ഷോപ്പ് വെൽഡ് ആണെങ്കിൽ 1.25ഉം സൈറ്റ് വെൽഡ് ആണെങ്കിൽ 1.5ഉം കൊടുക്കും. ഓക്കെ, ടേബിൾ 5-ൽ കൊടുത്തിട്ടുണ്ട്, അതേ വാല്യൂസ് തന്നെയാണ്. ഇനി ഡിസൈൻ സ്ട്രെങ്ത്, ഇനി ഇൻ ന്യൂട്ടൺസ് എന്ന് പറയുമ്പോഴേക്കും ഇപ്പം ഈ പറഞ്ഞത് എന്താണ്, F എന്ന് പറയുമ്പോൾ ന്യൂട്ടൺ പെർ mm² ആണ്. അപ്പോൾ ഡിസൈൻ സ്ട്രെങ്ത് ഇൻ ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ പറഞ്ഞ സ്ട്രെസ് FWDനെ ഏരിയ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഈ ഏരിയ എന്തായിരിക്കും, ഒരു വെൽഡിൻ്റെ ഇഫക്റ്റീവ് ഏരിയ എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ലെങ്ത് LW ഇൻറ്റു ത്രോട്ട് തിക്നെസ് ആണ്. ഓക്കെ, ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ വെൽ LW ഇൻറ്റു ത്രോട്ട് തിക്നെസ്, ഇഫക്റ്റീവ് ത്രോട്ട് തിക്നെസ്. ഓക്കെ, അപ്പോൾ ത്രോട്ട് തിക്നെസ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് തന്നെയാണ്. ഡബിൾ ബട്ട് വെൽഡ് ആണെന്നുണ്ടെങ്കിൽ T ആയിട്ട് തന്നെ,
സ്മോൾ ടി എന്ന് എടുക്കാം, തിക്നെസ് ഓഫ് ദ തിന്നർ പ്ലേറ്റ്. സിംഗിൾ ബട്ട് വെൽഡ് ആണെന്നുണ്ടെങ്കിൽ 5/8 ടി. നോർമൽ ഫില്ലറ്റ് വെൽഡ് ആണെന്നുണ്ടെങ്കിൽ ത്രോട്ട് തിക്നെസ് 0.7 ടി എടുക്കാം. ഓക്കെ, ഈ കേസ് ഇനി നമ്മുടെ ക്രൈറ്റീരിയ ഇഫക്റ്റീവ് തിക്നെസ് ആണ് വേണ്ടത്. അപ്പോൾ ഇഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് വരുമ്പോൾ ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എസ്. ഇതാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് അത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഫില്ലറ്റ് വെൽഡ് വരുമ്പോഴത്തേക്കും നമ്മൾ കെ ഇൻറ്റു എസ് ഉള്ള ഇക്വേഷൻ മാത്രം യൂസ് ചെയ്താൽ മതി, 0.7 ടി എടുക്കണ്ട. ഓക്കെ, അപ്പോൾ എൻ്റെ ഡിസൈൻ സ്ട്രെങ്ത് എന്തായി? LW ഇൻറ്റു ടി ഇ ഇൻറ്റു FW/ടി. ഇതാണ് നമ്മുടെ ഡിസൈൻ സ്ട്രെങ്ത് ഇൻ ന്യൂട്ടൺ, ഡിസൈൻ ഫോഴ്സ് എന്നൊക്കെ പറയാം. ഇനി അടുത്തത് അനാലിസിസിൻ്റെ സ്റ്റെപ്സ് ആണ്. നമ്മൾ ആദ്യം ബോൾട്ടിങ്ങിൽ സ്റ്റെപ്പായിട്ട് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും സ്റ്റെപ്സ് നോക്കാം. സിമ്പിളാണ്. ഗിവൺ ഡേറ്റ എന്തൊക്കെയാണ് അത് എഴുതി വെക്കുക. ഗിവൺ എന്ന് പറയുമ്പോൾ പൊതുവെ വെൽഡഡ് ആ പ്ലേറ്റ്സിൻ്റെ ഗ്രേഡും തിക്നെസ്സും, വെൽഡ് ചെയ്യുന്ന പ്ലേറ്റ്സിൻ്റെ ഗ്രേഡും തിക്നെസ്സും അത് തന്നിട്ടുണ്ടാവും. എന്ത് ടൈപ്പ് വെൽഡാണ്, എത്ര ലെങ്തിൽ വെൽഡ് ചെയ്തു എന്നുള്ളത് ഒന്നെങ്കിൽ ഡയഗ്രമാറ്റിക്കലി അല്ലെങ്കിൽ ഇൻ വേർഡ്സ് പറയുന്നുണ്ടാവും. ഓക്കെ, അപ്പം ഇത് രണ്ടും ഗിവൺ ആയിട്ട് എഴുതി വെച്ചിട്ട് പ്രൈമറി ഡേറ്റ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണ്? ത്രോട്ട് തിക്നെസ്, എന്ത് ടൈപ്പ് വെല്ലാണ് നോക്കി അതിന് കറസ്പോണ്ടിങ് ത്രോട്ട് തിക്നെസ് എടുക്കുക. ബട്ട് ആണെങ്കിൽ അതിനനുസരിച്ച്, അതും ഡബിൾ ആണെങ്കിൽ ഫുൾ ടി എടുക്കാം, സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ 5/8 ടൈംസ് ടി എടുക്കാം, അല്ല ഫില്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ കെ ഇൻറ്റു എസ് എടുക്കാം. ഇനി പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ നമുക്ക് γ/mw വേണം, ടേബിൾ 5 എന്ന് എടുക്കാം. ഡിസൈൻ സ്ട്രെങ്ത് ഈക്വൽ LW TE FWD ഇൻ ന്യൂട്ടൺസ്. ഇത്രയേ ഉള്ളൂ അനാലിസിസ് പാർട്ട്. ഇനി ഡിസൈൻ പ്രൊസീജിയർ എന്ന് പറയുമ്പോഴത്തേക്കും ഗിവൺ എന്തായിരിക്കും? സെക്ഷൻസ് ടു ബി വെൽഡഡ്, ഏതൊക്കെ പ്ലേറ്റ്സ് ആണ് നമുക്ക് വെൽഡ് ചെയ്യേണ്ടത്, ഇനി എന്ത് ടൈപ്പ് വെൽഡ് നമുക്ക് യൂസ് ചെയ്യാം, ഇത് രണ്ടും പറയും. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൈമറി ഡേറ്റ്സ് എന്തൊക്കെ ചെയ്യാം? സൈസ് ഓഫ് ദ വെൽഡ് S എടുക്കാം. ഇനി ഇഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് TE K ഇൻറ്റു എസ് എന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാം. ഇത് ഫോർ ഫില്ലറ്റ് ആണ്. ഓക്കെ, ബട്ടന് പ്രത്യേകിച്ച് അങ്ങനെ ഡിസൈൻ വരുന്നില്ല, നമുക്ക് എല്ലാം ആ പ്ലേറ്റിൻ്റെ അതേ തിക്നെസ്സിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഫില്ലറ്റിൻ്റെ ആണല്ലോ നമുക്ക് കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻസ് ചെയ്യാനുള്ളത്. അതുകൊണ്ടാണ് ഫില്ലറ്റിൻ്റെ ടേംസിൽ പറയുന്നത്. പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ γW MW ഉണ്ട്. അപ്പോൾ ഇത് വെച്ച് എന്ത് ചെയ്താൽ മതി? ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് ദ വെൽഡ് ആണ് നമ്മുടെ ഡിസൈൻ ക്രൈറ്റീരിയ. നമ്മളിപ്പോൾ ബോൾട്ടിൽ നമ്പർ ഓഫ് ബോൾസ് കണ്ടുപിടിക്കാനുണ്ട്, അതാണ് ഡിസൈൻ എന്ന് പറയുന്നത് പോലെ വെൽഡിലെ ഡിസൈൻ എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് ദ വെൽഡ് കണ്ടുപിടിക്കുന്നതാണ്. ബോൾട്ടിൽ സ്മോൾ എൻ കണ്ടുപിടിച്ചതുപോലെ ഇവിടെ നമ്മൾ ഡിസൈനിൽ കണ്ടുപിടിക്കുന്നത് വെൽഡിൻ്റെ LW ആണ്. കാരണം TE ആയാലും S ആയാലും എല്ലാം നമുക്ക് ആസ് പെർ സ്പെസിഫിക്കേഷൻ നമുക്ക് പ്രൈമറി ഡേറ്റ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, therefore അത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? LW ഉള്ള ഇക്വേഷൻ ഏതാണ്? LW TE FWD. ഇതാണ് എൻ്റെ സ്ട്രെങ്ത് ഓഫ് ദ വെൽഡ്. സ്ട്രെങ്ത് ഓഫ് ദ വെൽഡ് എന്തിനോട് ഈക്വേറ്റ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്? പ്ലേറ്റിൻ്റെ സ്ട്രെങ്തിനോട് ഈക്വേറ്റ് ചെയ്യും അല്ലേ? പ്ലേറ്റ് എന്ന് പറയുമ്പോൾ കൂട്ടത്തിലെ സ്മോളസ്റ്റ് പ്ലേറ്റ്, രണ്ട് പാരന്റ് മെറ്റൽ അല്ലെങ്കിൽ രണ്ട് ജോയിനിങ് പ്ലേറ്റ്സിൻ്റെ അതിലെ ഏറ്റവും ചെറിയ പ്ലേറ്റ് എടുത്ത് അതിൻ്റെ ഡിസൈൻ സ്ട്രെങ്ത്. നമ്മളിവിടെ AG FI/γ/m0 സ്ട്രെങ്ത് ഓഫ് ദ പ്ലേറ്റ് എന്ന് പറയാൻ കാര്യം എന്താണ്? നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ട് 0.9 FU AN/γ ഇക്വേഷൻ ഉണ്ടായിരുന്നു. അത് ക്രിട്ടിക്കൽ സെക്ഷൻ്റെ ഏരിയ ആയിരുന്നു, അതവിടെ നെറ്റ് ഏരിയ വന്നു. ഇവിടെ നെറ്റ് ഏരിയ എന്ന് പറയാനായിട്ട് പ്ലേറ്റിൻ്റെ ഏരിയയിൽ പ്രത്യേകിച്ച് ഡിഡക്ഷൻസ് ഒന്നുമില്ല, ഹോളൊന്നും നമ്മൾ ഡ്രിൽ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ എന്ത് സോളിഡ് പ്ലേറ്റിൻ്റെ ഇക്വേഷൻ, സോളിഡ് പ്ലേറ്റിൻ്റെ സ്ട്രെങ്തിൻ്റെ ഇക്വേഷൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് AG FI/γ/m0. അവിടെ എങ്ങനെയാണ് ബോൾട്ടിൽ എങ്ങനെയാണോ നമ്മൾ സോളിഡ് പ്ലേറ്റ് സ്ട്രെങ്ത് കണ്ടുപിടിച്ചത് അതുപോലെ തന്നെയാണ് ഇവിടെ. AG എന്ന് പറയുമ്പോൾ B ഇൻറ്റു T വരും, പ്ലേറ്റിൻ്റെ വിഡ്ത്ത് ഇൻറ്റു തിക്നെസ്. അത് ചൂസ് ചെയ്യേണ്ടത് രണ്ട് പ്ലേറ്റിലെ ഏറ്റവും തിന്നസ്റ്റ് പ്ലേറ്റ് ആണ് ഇവിടെ ചൂസ് ചെയ്യേണ്ടത്. അതിൻ്റെ സ്ട്രെങ്ത് ആണ് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യുന്നത്, ഈക്വൽ ടു വെൽഡിൻ്റെ സ്ട്രെങ്ത്. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ ജോയിൻറ്റ് എഫിഷ്യൻ്റ് ആയിട്ട് നിൽക്കത്തുള്ളൂ. ഓക്കെ, അപ്പം ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദ വെൽഡ് LW ഇൻറ്റു TE ഇൻറ്റു FWD, വേർ LW is the unknown factor. അപ്പോൾ എന്ത് ചെയ്താൽ മതി?
AGFI by gamma M0 divided by T into FWD. ഓക്കെ, ഈ FWD എത്ര സ്ട്രെങ്ത് എന്നൊക്കെ ഉള്ളത് അതൊരു ഗിവൺ ഡേറ്റ, ഇത്ര സ്ട്രെങ്ത് നമുക്ക് വേണം എന്നുള്ളതൊക്കെ ഗിവൺ ഡേറ്റ ആയിരിക്കും. ഓക്കെ, ഹെൻസ് LW ക്യാൻ ബി ഫൗണ്ട്. എത്രയാണ് നമുക്ക് ഡിസൈനിൽ ചെയ്യാനുള്ളത്. അപ്പോൾ കമ്പയർ ടു ബോൾട്ടിങ് വളരെ സിമ്പിൾ ആയിട്ടുള്ള പോർഷൻ ആണ് വെൽഡ്. ഓക്കെ, അതിനകത്ത് പല ടൈപ്പ് പ്രോബ്ലംസ് ഇതേ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി എടുക്കുന്നതിലാണ് കാര്യമുള്ളത്. ഡിസൈനിലായാലും അനാലിസിസിലായാലും ഗിവൺ ഡേറ്റ ഏതാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിലാണ് കാര്യമുള്ളത്. സോ നിങ്ങൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്ത് പ്രോബ്ലത്തിലായാലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ മോഡ്യൂളിൽ വല്ലെന്നല്ല, ഈ മോഡ്യൂളിൽ ഏത് പ്രോബ്ലം ആയാലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പോസ്റ്റ് ചെയ്യാം. ഐ ക്യാൻ സോൾവ് ഇറ്റ് ഫോർ യു. സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. പ്രോബ്ലം ആയാലും വേറെ എന്തെങ്കിലും ഡൗട്ട് ആയാലും ക്ലാരിഫിക്കേഷൻസ് ആയാലും യു ക്യാൻ ആസ്ക് മീ. കമൻറ്റ് ചെയ്താൽ മതി. ഐ വിൽ റെസ്പോണ്ട് ടു യു as soon as possible. So thank you so much. I hope you enjoy this session. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. Do subscribe my channel and stay updated for my latest videos. Thank you so much.